പ്രിയപ്പെട്ട കുട്ടികളെ, സുഹൃത്തുക്കളെ, രണ്ടേ രണ്ട് മിനിറ്റ് ഞാൻ പേര് ഞാൻ ക്യാപ്റ്റൻ രാജുവിൻ്റെ. ഇതിന്റെ ഓബ്ജക്റ്റീവ്, ഉദ്ദേശ ലക്ഷ്യം പറഞ്ഞത് സമൂഹത്തിൽ വിദ്യാഭ്യാസം കൊടുക്കുന്നു, മൂല്യങ്ങളില്ല, മനുഷ്യരെ സൃഷ്ടിക്കാൻ കഴിയില്ല. ഡൽഹി സംഭവം എന്ന് പറഞ്ഞാൽ തന്നെ അറിയാം, എന്നെ വേദനിപ്പിച്ചു. തിരൂർ സംഭവം വേദനിപ്പിച്ചു. അതുപോലെ ഒരുപാട് സംഭവങ്ങൾ അമ്മയ്ക്കെതിരെയും പെൺകുട്ടികൾക്കെതിരെയും കൊച്ചുകുട്ടികൾക്കെതിരെയുള്ള അട്രോസിറ്റി. കഴിഞ്ഞ 19-ാം തീയതി നമ്മുടെ ഗവർണർ വന്ന പ്രസംഗത്തിൽ ആദ്യത്തെ സെന്റൻസ് വാല്യൂ റിച്ച് എഡ്യൂക്കേഷൻ. ഒരു ടീച്ചർ എന്നോട് ചോദിച്ചു, അതെന്താണ് ഈ വാല്യൂവിന്റെ അർത്ഥം? വാല്യൂ വിലയാണോ? നന്മകൾ, മനുഷ്യത്വം, സ്നേഹം. കൊച്ചുകുട്ടികൾക്ക് മനസ്സിൽ വരണമെങ്കിൽ സ്നേഹിക്കാനും ആദരിക്കാനും ആദരിക്കപ്പെടാനും, അച്ഛനെ അച്ഛനായി കാണാനും അമ്മയെ കാണാനും ഗുരുവായി കാണാനും നല്ല മനസ്സും സ്നേഹവും ആർദ്രതയുള്ള ഒരു മനുഷ്യനെ കൂടി അവന്റെ നോളജ് കൊടുക്കുന്നതിനും കൂടി ഒരു നല്ല കുട്ടിയെ, സ്നേഹിക്കാൻ പറ്റുന്ന കുട്ടിയെ, സ്നേഹിക്കപ്പെടുന്ന കുട്ടിയെ, സമൂഹത്തിൽ ഉതകുന്ന കുട്ടിയെ, പരസ്പരം അടിച്ചു കൊല്ലുന്നതിന് പരസ്പരം സ്നേഹിക്കുന്ന ഒരു കുട്ടിയെ, മറ്റുള്ളവരെ മനസ്സിലാക്കുന്ന കുട്ടിയെ ഒരു പൂർണ്ണ മനുഷ്യനെ ഉണ്ടാക്കുന്ന പ്രക്രിയയുടെ ഭാഗമായി തുടങ്ങിയ ഒരു പ്രോഗ്രാം. അത് ആദ്യം തുടങ്ങിയപ്പോൾ ഞാൻ സക്കരയോട് പറഞ്ഞു, അത് സമൂഹത്തിൽ ഇത് മാറ്റം വരണമെങ്കിൽ അമ്മമാര് സൃഷ്ടിക്കണമെന്ന്. അമ്മമാരെ പറ്റിയുള്ള ഒരു പ്രോഗ്രാം നമ്മൾ വരുന്നുണ്ട്. ഒന്ന്. രണ്ടാമത്, കുട്ടികളെ ടോപ്പേഴ്സ് മാർക്ക് കിട്ടുന്ന കുട്ടികളെ മാത്രം ആദരിച്ചിരുന്നു. ഇന്ന് നമ്മളത് മാറി ഒരു പുതിയ ആദരവ് തുടങ്ങിയിട്ടുണ്ട്. ആദരിക്കുക, നന്മയുള്ള കുട്ടികളെ, ഓരോ കോളേജിലെയും കുട്ടികളെ ആദരിക്കുകയും അവർക്ക് അഡ്മിഷൻ ഉറപ്പാക്കുകയും അവർക്ക് വേണ്ട ജോലി വരുമ്പോൾ കൂടി അവർക്ക് പ്രത്യേക വെയിറ്റ് കൊടുക്കുന്ന സംവിധാനം അത് നമ്മൾ വരുന്നുണ്ട്. മൂന്നാമത് ശ്രീ ക്യാപ്റ്റൻ രാജുവിനെ പോലുള്ള ആൾക്കാര് കുട്ടികളോട് സംസാരിച്ച് അവരുടെ മനസ്സിൽ നല്ല നല്ല വ്യക്തികൾ പാകാനുള്ള ഒരു ശ്രമം. എന്തിന് ക്യാപ്റ്റൻ രാജു? എനിക്ക് ഇദ്ദേഹത്തെ കുട്ടികളെ അറിയാം. ഇദ്ദേഹത്തിന്റെ പഠനങ്ങളൊക്കെ നമുക്ക് വളരെ ഇഷ്ടമായിട്ട് തോന്നിയിട്ടുണ്ട്. ഒരിക്കൽ ഇദ്ദേഹം പറഞ്ഞു, എനിക്ക് പലപ്പോഴും റേപ്പ് ചെയ്യാനുള്ള ശ്രദ്ധിക്കുന്നുണ്ട്, പക്ഷേ എന്റെ മനസ്സൊരിക്കലും അത് ചെയ്തിരുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അദ്ദേഹത്തിന്, അത് ചെയ്തിട്ടില്ല. ഒരു 2 മാസം മുമ്പാണ് തോന്നുന്നു ഏഷ്യാനെറ്റിലെ ക്യാപ്റ്റൻ രാജു നിന്ന് സംസാരിക്കുന്നത് കണ്ടു. വാല്യൂസിനെ പറ്റി സംസാരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ തലയിൽ നിന്നല്ല അത് വന്നത്, അദ്ദേഹത്തിന്റെ ബ്ലഡിൽ നിന്നോ ഇതിനകത്ത് മൊത്തം സിസ്റ്റത്തിൽ നിന്നാണ് വന്നത്. അതുകൊണ്ട് എനിക്ക് അപ്പോഴും തോന്നി, ക്യാപ്റ്റൻ രാജു ഫോർ വണ്ടർഫുൾ ഫോർ അവർ സ്റ്റുഡൻസ്. അന്ന് തന്നെ ഏഷ്യാനെറ്റ് ബന്ധപ്പെട്ടു, നമ്പർ കളക്ട് ചെയ്തു, സക്കറിയോട് പറഞ്ഞു. സക്കറിയ struggled to get him accommodate his time. Today is the day. എനിക്കറിയാം ക്യാപ്റ്റൻ രാജു ഇന്ന് നമുക്ക് വന്നത് അദ്ദേഹത്തിനോട് കടപ്പാടുണ്ട്. യൂണിവേഴ്സിറ്റി കമ്മ്യൂണിറ്റിയുടെ താങ്ക്സ്, അദ്ദേഹത്തിന് നന്ദി അറിയിക്കുകയാണ്. നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. അദ്ദേഹത്തെ ശ്രദ്ധിച്ചിരിക്കുക. അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിനോട് കൊച്ചു ചോദ്യങ്ങൾ ചോദിക്കുക. അദ്ദേഹത്തിന് വേഗം പോകേണ്ട ആൾക്കാരാണ്. ഇന്നിപ്പോ 11:15, 12:30, 1 മണി എക്സീഡ് ചെയ്യുന്നതിന് മുമ്പ് അദ്ദേഹത്തിനെ പരമാവധി പ്രയോജനപ്പെടുത്തുക. അദ്ദേഹത്തിന് ഈ നിൽക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് അവിടെ ഇരുന്ന് തന്നെ അദ്ദേഹത്തിന്റെ പ്രഭാഷണം ആരംഭിക്കാൻ ഞാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെടുന്നു.